പ്രിയമുള്ളവരെ, മുട്ട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ 52 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയവരെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തൽക്കാലം സ്വാഗത പ്രസംഗം അവസാനമാക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഈ യോഗത്തിൽ ഇവിടെ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി മാത്രം വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയും നമ്മുടെ നാട്ടുകാരുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഡോക്ടർ മുനീർ സാഹിബിനെ ഞാൻ മുട്ട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മുനീർ സാഹിബിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങയുടെ പിതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ആദ്യമായി ദുബായിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയവർ, അതിലൊക്കെ പ്രധാനികൾ മുട്ട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പൂർവികരായ ഞങ്ങളുടെ നേതാക്കളാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആ പിതാവിന്റെ മകൻ മുനീർ സാഹിബ് ഇന്ന് കണ്ണൂർ ജില്ലയുടെ, നമ്മുടെ പുതിയാപ്പിളയാണെങ്കിൽ തന്നെ കണ്ണൂർ ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ കൂടിയാണ്. സ്പെയിൻ ഹോസ്പിറ്റൽ ഇൻഷാ അല്ലാഹ് അത് വളരെ പെട്ടെന്ന് തന്നെ പൂവണിയും. അതിന്റെ ചെയർമാൻ മുനീർ സാഹിബ് ആണെങ്കിൽ അതിന്റെ വൈസ് ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനും ഇന്ന് ഇവിടെ ആദരിക്കുന്ന നമ്മുടെ SP അബ്ദുറഹ്മാൻ സാഹിബുമാണ്. തീർച്ചയായും CHനെ സ്വീകരിക്കാൻ അവസരം കിട്ടിയ മുട്ടത്തെ നിവാസികൾക്ക് CHന്റെ പ്രിയപ്പെട്ട മകനോടൊപ്പം ഒരു പ്രളയ പ്രസ്ഥാനത്തിന്റെ അണികളാകാൻ ഞങ്ങളെ മുട്ടൻ ജമാഅത്ത് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും CHന്റെ മകന്റെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ടാക്കുന്നതാണ്. തീർച്ചയായും ഈ വൈകിയ അവസരത്തിൽ 10:15 ഫ്ലൈറ്റ് പോകുന്നത്, എന്തായാലും 9:30 എയർപോർട്ടിലെത്തേണ്ട. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടിപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഒരുപാട് വിശിഷ്ടാതിഥികൾ വരാനുണ്ട്. ഏഷ്യാനെറ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അദ്ദേഹമാണ് നമ്മുടെ പ്രിയങ്കരനായ SP അബ്ദുറഹ്മാൻ അവാർഡ് ദാനം നിർവഹിക്കുന്നത്. ഈ യോഗത്തെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നീട് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ചെയർമാൻ, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ TP അബ്ബാസ് ഹാജി സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ആദരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുൻ പ്രസിഡന്റും നമ്മുടെയൊക്കെ ജമാഅത്ത് കമ്മിറ്റിയുടെ താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ SKP അഷ്റഫ് ഹാജി സാഹിബ്, അദ്ദേഹത്തെ ഇന്ന് ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് അബ്ബാസ് ഹാജി സാഹിബിനെ ക്ഷണിക്കുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.